ഡിയർ ഫ്രണ്ട്സ്, ഇനി നമ്മുടെ സ്റ്റാൻഡേർഡ് സൊല്യൂഷന് ആവശ്യമായ വെയിറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമെന്ന് നോക്കാം. നമ്മൾ നമ്പർ ഓഫ് മോൾസ് എന്നുള്ളൊരു ക്വാണ്ടിറ്റി ഇങ്ങനെയാണ് നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു മാസ് ഇൻ ഗ്രാംസ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ്. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് നോർമാലിറ്റിയാണ് എടുക്കേണ്ടത്, അതുകൊണ്ട് നമുക്ക് നമ്പർ ഓഫ് ഇക്വലൻസ് ആണ് ആവശ്യമായിട്ട് വരുന്നത്. സോ നമ്പർ ഓഫ് ഇക്വലൻസ് എന്ന് പറയുന്നത് മാസ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ ഇക്വലൻറ്റ് മാസ്. ഇനി നമുക്ക് നോർമാലിറ്റി എന്താണെന്ന് നോക്കാം. നോർമാലിറ്റി ഈസ് നമ്പർ ഓഫ് ഇക്വലൻസ് പെർ ലിറ്റർ. അതായത് വൺ ഇക്വലൻറ്റ് ഇൻ 1 ലിറ്റർ ആണെങ്കിൽ നമ്മളതിനെ 1 നോർമൽ സൊല്യൂഷൻ പറയും. 2 ഇക്വലൻസ് ഇൻ 1 ലിറ്റർ ആണെങ്കിൽ അതിനെ 2 നോർമൽ സൊല്യൂഷൻ. അപ്പം വോളിയം 1 ലിറ്റർ ആയിരിക്കുകയും നമ്പർ ഓഫ് ഇക്വലൻസ് വേരി ചെയ്യുകയാണെങ്കിൽ അതാണ് അതിൻ്റെ നോർമാലിറ്റി. അതായത് n ഇക്വലൻസ് ഇൻ 1 ലിറ്റർ ആണെങ്കിൽ അതിൻ്റെ നോർമാലിറ്റി n നോർമൽ ആണെന്ന് നമ്മൾ പറയും. n നോർമൽ. ഓക്കെ. എക്സ് ഇക്വലൻസ് ഇൻ 1 ലിറ്റർ ആണെങ്കിൽ അതിൻ്റെ നോർമാലിറ്റി എക്സ് എന്ന് നമ്മൾ പറയും. അപ്പോൾ നോർമാലിറ്റി ഈസ് ദ നമ്പർ ഓഫ് ഇക്വലൻസ് പെർ ലിറ്റർ. അപ്പോൾ n ഇസ് ഈക്വൽ ടു, ഈ നമ്പർ ഓഫ് ഇക്വലൻസ് നമ്മൾ കണ്ടു, ദാറ്റ് ഈസ് മാസ് ഡിവൈഡ് ബൈ ഇക്വലൻറ്റ് മാസ്. മാസ് പെർ ലിറ്റർ ആയതുകൊണ്ട് മാസ് പെർ ലിറ്റർ ഡിവൈഡ് ബൈ ഇക്വലൻറ്റ് മാസ്, അതാണ് നോർമാലിറ്റി. അപ്പോൾ ഇതിനെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാസ് പെർ ലിറ്റർ ഇസ് ഈക്വൽ ടു നോർമാലിറ്റി ഇൻറ്റു ഇക്വലൻറ്റ് മാസ് എന്ന് കിട്ടും. അടുത്തതായിട്ട് മാസ് ഇൻ 1 ലിറ്റർ എന്ന് പറയുന്നത് മാസ് ഇൻ 1000 ml ആണ്. മാസ് ഇൻ 1000 ml ഇസ് ഈക്വൽ ടു നോർമാലിറ്റി ഇൻറ്റു ഇക്വലൻറ്റ് മാസ്. അപ്പോൾ എന്താണ് മാസ് ഇൻ 1 ml? 1000 ml ഇത്രയും മാസ് ഉണ്ടെങ്കിൽ 1 ml n ഇൻറ്റു ഇക്വലൻറ്റ് മാസ് ഡിവൈഡഡ് ബൈ 1000. സോ മാസ് ഇൻ 1 ml കണ്ടുപിടിച്ചാൽ നമുക്ക് എത്ര വോളിയമാണ് പ്രിപ്പയർ ചെയ്യുന്നത് അതിനനുസരിച്ച് ആ വോളിയത്തിൻ്റെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ളത് മാസ് ഇൻ VmL. ഈ V എന്ന് പറയുന്നത് നമുക്ക് 100 ml ആകാം, 250 ml ആകാം. എനിവേ ആ V വോളിയത്തിൽ എത്രയായിരിക്കും ഉണ്ടായിരിക്കുക? n ഇൻറ്റു ഇക്വലൻറ്റ് മാസ് ഇൻറ്റു V ബൈ 1000. ദറ്റ് ഈസ് n ഇൻറ്റു ഇക്വലൻറ്റ് മാസ് ബൈ 1000 എന്ന് പറയുന്നത് 1 ml ഉള്ളതാണെങ്കിൽ Vml എത്രയെന്ന് കാണാം. ഈ ഇക്വേഷനാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ എക്സ്പ്രഷൻ നമ്മൾ ഡിറൈവ് ചെയ്തതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. നിങ്ങൾക്ക് ഈ ഒരൊറ്റ ഇക്വേഷൻ ഓർത്ത് വെച്ചാൽ ഈസി ആയിട്ട് വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ പ്രൈമറി സ്റ്റാൻഡേർഡ് പ്രിപ്പയർ ചെയ്യാൻ എത്ര സബ്സ്റ്റൻസ് ആണ് എടുക്കേണ്ടത്, നമുക്ക് എത്ര വോളിയമാണ് വേണ്ടത്, ഏത് നോർമാലിറ്റിയാണ് വേണ്ടത്, അതനുസരിച്ച് നമുക്ക് ഇക്വേഷൻ എടുക്കാം. നമ്മളോട് പറയുന്നത് 0.1 നോർമലാണെങ്കിൽ എന്നിൻ്റെ വാല്യൂ 0.1 എന്നിടുക. ഇക്വലൻറ്റ് മാസ് ഓഫ് ദ സബ്സ്റ്റൻസ് കൊടുക്കുക. നമുക്ക് ആവശ്യമുള്ള വോളിയം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ പർട്ടിക്കുലർ വോളിയത്തിൽ ആ പർട്ടിക്കുലർ സ്ട്രെങ്ത് ഉള്ള സൊല്യൂഷന് എത്ര മാസാണ് നമ്മൾ വെയിറ്റ് എടുക്കേണ്ടതെന്നുള്ള ഒരു ഐഡിയ അതിനകത്ത് നിന്ന് കിട്ടും. ഇനി നമ്മൾ ഈ എക്സ്പ്രഷൻ വെച്ചിട്ട് നമുക്ക് ഒരു 0.1 നോർമൽ 100 ml സോഡിയം കാർബണേറ്റാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് വയ്ക്കുക. അപ്പോൾ നമ്മൾ എക്സ്പ്രഷൻ അങ്ങ് എടുക്കും. ആവശ്യമുള്ള നോർമാലിറ്റി 0.1. അപ്പോൾ ഈ എക്സ്പ്രഷനകത്ത് നമുക്ക് ആവശ്യമുള്ള മാസ് കണ്ടുപിടിക്കാനായിട്ട് n എന്ന് പറയുന്നത് 0.1. ഇക്വലൻറ്റ് മാസ് ഓഫ് സോഡിയം കാർബണേറ്റ് 53 ആണ്. നമുക്ക് ആവശ്യമുള്ള വോളിയം 100 ml ആണ്, ഡിവൈഡഡ് ബൈ 1000 അല്ലേ. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എത്ര കിട്ടും? 0.53 ഗ്രാം എന്ന് കിട്ടും. ഇനി മാസ് നമുക്കൊരു 250 ml ആണ് വേണ്ടതെങ്കിൽ 0.1 ഇൻറ്റു 53 ഇൻറ്റു 250 ബൈ 1000. അത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഇതെന്ന് പറയുന്നത് ഡിവൈഡ് ബൈ 1000 ആകുമ്പോൾ 4 വരും. 5.3 ബൈ 4 എന്ന് പറയുന്നത് 1.325 ഗ്രാം എന്ന് വരും. ഇനി നമ്മളിവിടെ 0.1 ആണ് സൊല്യൂഷൻ സ്ട്രെങ്ത് എടുക്കുന്നതെങ്കിലാണ് ഈ ഒരു എക്സ്പ്രഷൻ വരുന്നത്. നിങ്ങൾക്ക് 0.05 നോർമലാണ് എടുക്കേണ്ടതെങ്കിൽ വാല്യൂ എങ്ങനെ വരും? 0.05 ഇൻറ്റു 53 ഇൻറ്റു 100 ആണെങ്കിൽ ഡിവൈഡ് ബൈ 1000.
അതല്ലെങ്കിൽ 0.05 ഇൻറ്റു 53 ഇൻറ്റു 250/1000. അപ്പോൾ 100 ml ഈ ഒരു വെയിറ്റ് സ്ട്രെങ്ത് ഇതാണ്. ഇതേ സ്ട്രെങ്തിൽ 250 ml ആണ് പ്രിപ്പയർ ചെയ്യേണ്ടതെങ്കിൽ 1000 എന്ന് വരും. ഈ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് സോഡിയം കാർബണേറ്റ് എത്ര ഗ്രാം എടുത്തിട്ട് എത്ര വോളിയത്തിൽ ഡിസോൾവ് ചെയ്താൽ ഈ സ്ട്രെങ്തിലുള്ള സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യാമെന്ന് മനസ്സിലാക്കാം. ഇതാണ് കാൽക്കുലേറ്റഡ് വെയിറ്റ്. അങ്ങനെ നമുക്ക് പ്രൈമറി സ്റ്റാൻഡേർഡ് സബ്സ്റ്റൻസിൻ്റെ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. N ഇൻറ്റു ഇക്വലൻറ്റ് മാസ് ഇൻറ്റു V/1000. ഇവിടെ നമ്മൾ 0.1 നോർമൽ 100 ml സോഡിയം കാർബണേറ്റ് ആണെങ്കിൽ സോഡിയം കാർബണേറ്റിൻ്റെ ഇക്വലൻറ്റ് വെയിറ്റ് 53. ആ വെയിറ്റ് ഈസി ആയിട്ട് നമുക്ക് കിട്ടും 0.53. 250 ml ആണ് അതേ സൊല്യൂഷൻ വേണ്ടതെങ്കിൽ 1.325 ഗ്രാം വെയിറ്റ് എടുക്കണം. ഇനി 0.05 നോർമൽ 100 ml ആണെങ്കിൽ ഇതിൻ്റെ പകുതി 0.1 നോർമലിൻ്റെ പകുതിയാണ് 0.05. അതുകൊണ്ട് നമുക്ക് 0.265 ഗ്രാം. അതേ 0.05 നോർമൽ 250 ആണ് വേണ്ടെങ്കിൽ ഇതിൻ്റെ പകുതിയാണ് നമുക്ക് വെയിറ്റ് എടുക്കേണ്ടത്. അപ്പോൾ ഈ വെയിറ്റുകൾ നമ്മൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ, അതിന് നമുക്ക് സിമ്പിളായിട്ട് ഒരു ഇക്വേഷനുണ്ട്. N ഇൻറ്റു ഇക്വലൻറ്റ് മാസ് ഡിവൈഡഡ് ബൈ 10 ഏതാണ് 100 ml സൊല്യൂഷൻ ആണെങ്കിൽ. ഇനി N ഇൻറ്റു ഇക്വലൻറ്റ് മാസ് ബൈ 4 250 ml സൊല്യൂഷൻ ആണെങ്കിൽ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഇക്വലൻറ്റ് മാസ്സാണ്. ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വെച്ചാൽ ഈസി ആയിട്ട്, അത് ഏതൊരു സബ്സ്റ്റൻസ് ആണോ അതിൻ്റെ ഇക്വലൻറ്റ് മാസ് അറിയണം, ഏത് നോർമാലിറ്റിയാണ് നമുക്ക് ആവശ്യമുള്ളതെന്ന് അറിയണം. അപ്പോൾ ഇക്വലൻറ്റ് മാസും നോർമാലിറ്റിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 100 ml എത്ര വെയിറ്റ് എന്ന് കിട്ടും. ഇക്വലൻറ്റ് മാസും നോർമാലിറ്റിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 250 ml എത്ര വെയിറ്റ് എടുക്കണമെന്ന് ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തു എന്നേ ഉള്ളൂ. ഇതെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പ്രൈമറി സ്റ്റാൻഡേർഡ് വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ, സൊല്യൂഷൻ ഉണ്ടാക്കാം, മറ്റ് കാൽക്കുലേഷൻസും ചെയ്യാൻ പ്രാപ്തമാവും. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യുന്ന ഓക്സാലിക് ആസിഡ്. ഇതേ മെത്തേഡിൽ ഓക്സാലിക് ആസിഡിൻ്റെ ഇത് വെയിറ്റ് കണ്ടുപിടിക്കാം. ഇക്വലൻറ്റ് മാസ് ഓഫ് ഓക്സാലിക് ആസിഡ് 63 ആണ്. അപ്പം നമുക്ക് ഇക്വേഷനകത്ത് നോർമാലിറ്റി ഏതാണ് വേണ്ടത്, നോർമാലിറ്റി നമുക്ക് ആവശ്യമുള്ളത് എടുക്കുക, വോളിയം നമുക്ക് ആവശ്യമുള്ളത്, ഇത് ഫിക്സ്ഡ് ആണ് 63/1000. അപ്പോൾ ഇവിടെ 0.1 നോർമൽ ആണെങ്കിൽ 0.1 ഇൻറ്റു 63 ഇൻറ്റു 100 ml ആണെങ്കിൽ ഇവിടെ 100 കൊടുക്കുക, അല്ലെങ്കിൽ നോർമാലിറ്റിയെ 63 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 0.63 കിട്ടും. ഇനി നോർമാലിറ്റി 0.1 തന്നെ 250 ആണെങ്കിൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1.575 കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. അടുത്തായിട്ട് നമുക്ക് 0.05 നോർമൽ ആണെങ്കിൽ 0.05 ഇൻറ്റു 63 ഇൻറ്റു 100/1000 നോർമാലിറ്റി ഇൻറ്റു 63/10 ഇതിൻ്റെ നേരെ പകുതിയായിരിക്കും 315. 250 ml ആണെങ്കിൽ 0.7875. ഇത് കാൽക്കുലേറ്റ് ചെയ്യും. ഇത് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. അല്ലെങ്കിൽ ജസ്റ്റ് ഇക്വലൻറ്റ് മാസ് അറിയുകയാണെങ്കിൽ നമുക്ക് ഏത് നോർമാലിറ്റിയാണ്. ഇപ്പം ചില കോളേജിൽ നിങ്ങൾക്കറിയാം നിങ്ങൾ ഏത് സൊല്യൂഷനാണ് എടുക്കുന്നത്. 0.05 കൊണ്ടാണ് നിങ്ങൾ സ്റ്റാൻഡേർഡൈസേഷനും എസ്റ്റിമേഷനും എല്ലാം ചെയ്യുന്നത്. ഇത് ഈ റേഞ്ചിലുള്ള സൊല്യൂഷനാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതങ്ങ് ഫിക്സ് ചെയ്ത് വയ്ക്കുക നിങ്ങളുടെ നോർമാലിറ്റി ഇതാണ്. ഇനി 0.1 വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതും അങ്ങനെ തന്നെ ഫിക്സ് ചെയ്ത് വെക്കുക. എന്തായാലും ഇക്വേഷൻ ഒന്നേ ഉള്ളൂ, നോർമാലിറ്റി ഇൻറ്റു ഇക്വലൻറ്റ് മാസ്. അതായത് നമുക്ക് ആവശ്യമുള്ളത് ഏത് നോർമാലിറ്റി ആണോ ആ നോർമാലിറ്റി അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ആവശ്യമുള്ള വോളിയം ഏതാണോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 2 സബ്സ്റ്റൻസിൻ്റെ ഇക്വലൻറ്റ് മാസ് അറിഞ്ഞാൽ മതി. ഒന്ന് 53 സോഡിയം കാർബണേറ്റിന്, ഒന്ന് 63. എന്താ എളുപ്പമാണല്ലേ, 53 63. 53 സോഡിയം കാർബണേറ്റ് ബേസിക് സൊല്യൂഷൻ അല്ലേ, Na2CO3ക്ക് 53, 63 ഓക്സാലിക് ആസിഡിന്. അപ്പോൾ ഇത് രണ്ടും ക്രിസ്റ്റലൈൻ ഫോം, അൺഹൈഡ്രസ് ഫോമാണ്. സോഡിയം കാർബണേറ്റ് അൺഹൈഡ്രസും ക്രിസ്റ്റലൈൻ ഓക്സാലിക് ആസിഡുമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വെയിറ്റുകൾക്ക് മാറ്റമില്ല. ഈ വെയിറ്റാണ് നമുക്ക് ആവശ്യമായി വരുന്നത്. ഇങ്ങനെ നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ, പ്രൈമറി സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നുള്ള വെയിറ്റ് കാൽക്കുലേഷനായി. പിന്നെ നിങ്ങൾ പ്രൈമറി സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്തു, അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ കിട്ടി. ഈ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ വെച്ചിട്ട് നമ്മുടെ ലിങ്ക് സൊല്യൂഷനെ ഇത് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം, അതായത് നമുക്കപ്പോൾ സൊല്യൂഷൻ്റെ സ്ട്രെങ്ത് അറിയാമെന്നുള്ള ഒരു അസംഷനിൽ നമ്മൾ കാൽക്കുലേഷൻ എല്ലാം അവസാനമായിരിക്കും ചെയ്യുന്നത്. പക്ഷേ ഫസ്റ്റ് ഐട്രേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ലിങ്ക് സൊല്യൂഷൻ നോൺ ആയി കഴിഞ്ഞു. ആ നോൺ സൊല്യൂഷൻ വെച്ചിട്ട് നമ്മുടെ ഫൈനൽ സൊല്യൂഷൻ, ആ എസ്റ്റിമേഷൻ തന്നിരിക്കുന്ന സൊല്യൂഷനെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്ന സ്റ്റെപ്പാണ്. അപ്പോൾ അവിടെയും എല്ലാം ഓരോരോ കാൽക്കുലേഷൻസ് വരുന്നുണ്ട്.
അപ്പോൾ അത് പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇൻഡിക്കേറ്റർ ഏതൊക്കെയാണ്, എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്, കളർ ചേഞ്ച് എന്താണ്, ഈ കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതിനായി കാത്തിരിക്കൂ. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് അറിയിക്കണം. ഓക്കെ.